ടേബിൾ വന്നു അല്ലെ. എന്താണ് 16th March 16th സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ് വെഡ്നസ്ഡേ 2 എക്സാംസ് ആണുള്ളത്. ലാംഗ്വേജ് 1 ലാംഗ്വേജ് 2 ഉണ്ട്. ഫസ്റ്റ് ലാംഗ്വേജ്. തേഴ്സ്ഡേ വരികയാണെങ്കിൽ എന്താണ് സെക്കൻഡ് ലാംഗ്വേജും തേർഡ് ലാംഗ്വേജും ഉണ്ട്. ഫ്രൈഡേ ആണ് നമ്മുടെ എക്സാം. എന്താണ് ഫിസിക്സ് ഉണ്ട്, ഉച്ചകഴിഞ്ഞ് കെമിസ്ട്രി ഉണ്ട്. അത് കഴിഞ്ഞ് സാറ്റർഡേ നോക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസും ബയോളജിയും ഉണ്ട്. ദെൻ നെക്സ്റ്റ് മൺഡേ മാത്സ് ഉണ്ട്. ഇങ്ങനെയാണ് മോഡലിന്റെ ടൈം ടേബിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങാത്ത കുറെ ആൾക്കാരുണ്ടാവും. എങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കും, എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റില്ല, എനിക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് കൂട്ടരുണ്ടാവും. അപ്പൊ നിങ്ങളുടെ അടുത്താണ് എല്ലാം പഠിച്ചു മിസ് തന്ന ടൈം ടേബിൾ ഒക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണ് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു റിലാക്സ്ഡ് ആയിട്ടിരുന്നു. ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്ത, എങ്ങനെ എക്സാമിന് പഠിക്കുമെന്ന് അറിയാത്തവരോടാണ് മിസ്സിന് പറയാനുള്ളത്. നിങ്ങൾ ഇനിയും എന്താണ് ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഇങ്ങനെ പോവും. അവസാനം നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ഫുൾ A+ കിട്ടിയാൽ അല്ലെ, നല്ല മാർക്സ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടും. നിങ്ങൾ വിചാരിക്കുന്ന സയൻസ് ഗ്രൂപ്പോ കൊമേഴ്സോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത് നിങ്ങളുടെ എന്താണ് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആണ്. അപ്പൊ ഫുൾ ശക്തിയോടെ മിസ് എനിക്ക് ഫുൾ A+ വേണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അങ്ങനെ ഫുൾ ശക്തിയിൽ നിങ്ങൾക്ക് ഫുൾ A+ വേണമെങ്കിൽ അതിനുള്ള നമ്പറാണ് മിസ് താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ശക്തി ബാച്ചിൽ ചേരുക. ഫുൾ A+ നമ്മൾ നിങ്ങൾക്ക് മേടിച്ചു തരും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് അറിയാതിരിക്കുന്ന ഈ ഒരു അവസ്ഥയൊക്കെ നമ്മൾ മാറ്റി ഫുൾ A+ ട്രാക്കിലേക്ക് വിത്ത് പ്രോപ്പർ ഗൈഡൻസ് നമ്മൾ നിങ്ങളെ കൊണ്ടുവരും. അപ്പോ സക്സസിലേക്ക് അല്ലെ, നിങ്ങൾക്ക് ഇവിടെ താഴെ തന്നെ നിന്നാ മതിയോ, എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കണോ, അതോ മോഡൽ എക്സാംസ് അല്ലെ, മോഡൽ എക്സാംസ് നിങ്ങൾ ചോദിക്കും അയ്യോ മോഡൽ എക്സാംസ് ആകുമ്പോഴത്തേക്കും ഫുൾ പഠിച്ചു തീരുമോ? ഇല്ല, മോഡൽ എക്സാംസ് ആണോ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ്? മോഡൽ എക്സാംസിന് മാർക്ക് വാങ്ങിച്ചിട്ട് ആ മാർക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ അടുത്താ. SSLCക്ക് മോഡൽ എക്സാംസിന് ഈ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ആരെങ്കിലും ചോദിക്കും? ഒരിക്കലും ഇല്ല. മോഡൽ എക്സാംസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എല്ലായിടത്തും നിങ്ങൾ ഇനി എവിടെ പോയാലും, ഒരു ജോബിന് അപ്ലൈ ചെയ്താലോ എവിടെ പോയാലും നിങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മാർക്കാണ് ഈ SSLCയുടെ മാർക്ക്. +2നേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എന്താണ് SSLCയുടെ മാർക്ക് ചോദിക്കും. കാരണം 10 പാസ്സായിട്ടാണല്ലോ ബാക്കി എല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇതൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന്. അപ്പൊ നല്ല മാർക്സ് വേണോ നിങ്ങൾക്ക്? വേണമെങ്കിൽ എന്താണ് ഫുൾ ശക്തിയോടെ ശക്തി ബാച്ചിൽ ചേരുക. ഫുൾ A+ എക്സാമിനർ വാങ്ങിത്തരും. ബാക്കി എന്താണ് ഗവൺമെന്റും സ്കൂളും എല്ലാവരും നിങ്ങളെ ഫോക്കസ് ഏരിയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു. പക്ഷെ അപ്പോഴൊക്കെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളുടെ കൈ പിടിച്ച് നമ്മൾ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ടും ഉണ്ട്. അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് സക്സസിലേക്ക് ഷോർട്ട് കട്ട്സ് ഇല്ല എന്നാണ് എപ്പോഴും എല്ലാവരും പറയാ അല്ലെ. പക്ഷെ ഏറ്റവും കൂടുതൽ ഷോർട്ട് കട്ട്സും ഷോർട്ട് ട്രിക്സും മെത്തേഡ്സും ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന അനു മിസ് ആണ്. അപ്പൊ നിങ്ങൾ മിസ്സിന്റെ അടുത്ത് ചോദിക്കുകയാണ് മിസ് ഫുൾ A+ലേക്ക് ഷോർട്ട് കട്ട്സ് ഉണ്ടോ? അപ്പൊ മിസ് പറയും തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് നമ്മുടെ ശക്തി ബാച്ച്. അപ്പൊ വേഗം തന്നെ പോയി ജോയിൻ ചെയ്യാം. നമ്മൾ ഒന്നിച്ച് ഫുൾ ശക്തിയിൽ ഫുൾ A+ മേടിക്കും. Exam Winner. Crack your exams with Exam Winner and be a true winner.